അതേസമയം തന്നെ വീടിന്റെ ഗേറ്റിനപ്പുറം ഒരു കാറ് വന്നു നിന്നു. ചാരു പകപ്പോടെ നോക്കി. വിവേകും സിനിയും സംസാരത്തിനിടയിൽ ശ്രദ്ധിച്ചില്ല. പക്ഷെ ചാരു കണ്ടു, അത് അയാളാവും, ജോർജ്. അതേസമയം തന്നെ ഡോറ് തുറന്ന് ജോർജ് പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. അയാൾ പുറത്തേക്കിറങ്ങി വീട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. ചാരുവിൻ്റെ വീടിൻ്റെ ഉമ്മറത്തൊരുത്തൻ ഇരിക്കുന്നു. ജോർജ് മുതലാളിയുടെ കണ്ണുകൾ ചുരുങ്ങി. അയാൾ സംശയത്തോടെ നോക്കിയ സമയം തന്നെ അയാളുടെ കണ്ണുകൾ ഞെട്ടലോടെ വിടർന്നു. ഈ പയ്യൻ? അയാൾക്ക് താൻ കൊലപ്പെടുത്തിയ ഒരുവന്റെ മുഖം ഓർമ്മ വന്നു. എന്തുകൊണ്ടോ ഒരു നിമിഷം പോലും അയാൾക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ധൃതിയിൽ കാറിന്റെ ഡോറ് വലിച്ചടച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു ജോർജ് പോയി. വണ്ടി തിരിക്കുന്ന ശബ്ദം കേട്ടാണ് സിനിയും വിവേകും സംസാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റി പുറത്തേക്ക് നോക്കിയത്. അവർ നോക്കുമ്പോഴേക്കും വണ്ടി അകന്നു പോയിരുന്നു. ഒരേ സമയം സിനിയുടെയും വിവേകിന്റെയും ശ്രദ്ധ ചാരുവിൽ വന്നെത്തി നിന്നു. സിനി അവളെ വല്ലാത്ത ഭാവത്തോടെ നോക്കി. വിവേക് കുടിച്ചു തീർന്ന ഗ്ലാസ് അവിടെ വെച്ച് എഴുന്നേറ്റു. ഞാനെന്നാ ഇറങ്ങുന്നു. സിനിയെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. വിവേക് നിറഞ്ഞ ചിരിയോടെ ഇരുവരെയും നോക്കി ശേഷം മുറ്റത്തേക്ക് നടന്നു. ചേച്ചി ഒരു വിസ്താരണം ഇപ്പോൾ നടത്തുമെന്ന് ഉറപ്പിച്ചു തന്നെ ചാരു അകത്തേക്ക് നടന്നു. എന്തിനാ ചാരു നീ എന്നോടിത് മറച്ചു വെച്ചത്? പ്രതീക്ഷിച്ച പോലെ തന്നെ അകത്തേക്ക് ചെല്ലുമ്പോൾ പിന്നിൽ നിന്ന് സിനിയുടെ ചോദ്യം. ചാരു പതിയെ തിരിഞ്ഞു നോക്കി. പിന്നെ ഞാൻ എന്താ ചേച്ചി വേണ്ടത്? ആ മനുഷ്യൻ സ്കൂളിൽ കയറിയിട്ട് മാസങ്ങളെ ആവുന്നുള്ളൂ. അയാൾ വന്നു എന്ന് കരുതി എനിക്ക് ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കാൻ കഴിയുമോ? അങ്ങനെ കയറി ചെല്ലാൻ ഏത് വീടാണ് എനിക്കുള്ളത്? ചാരുവിൻ്റെ ചോദ്യത്തിൽ സിനിക്ക് ഉത്തരമില്ലായിരുന്നു. എല്ലാത്തിനും കാരണക്കാരി താനാണെന്ന പശ്ചാത്താപം സിനിയിൽ നിറഞ്ഞു. നിനക്ക് അവനോട് പറഞ്ഞൂടെ എന്ന? സിനി അവളെ വേദനയോടെ നോക്കി. അതിന് ചാരു വിഷാദം പുരണ്ട ചിരി വിരിച്ച് ചേച്ചിയെ നോക്കി. എന്താ ഞാൻ പറയാ? ചേച്ചിയുടെ കൂട്ടുകാരനെ കുറെ കൊല്ലം മനസ്സിൽ കൊണ്ട് നടന്നിരുന്നുവെന്നോ? അയാൾ വേറൊരുത്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും കുറെ പ്രേമിച്ചു നടന്നിരുന്നു എന്നോ? ചാരു പൊട്ടിച്ചിരിച്ചു പോയി. സിനിയുടെ കണ്ണുകൾ കലങ്ങി. ഇനിയിപ്പം ഞാനെൻ്റെ ദിവ്യപ്രേമം അയാളോട് പറഞ്ഞു എന്ന് തന്നെ വെക്ക്. അയാളുടെ അച്ഛനെ കൊന്നവൻ്റെ മകനാണ് കൂട്ടുകാരിയുടെ ഭർത്താവെന്നറിയുമ്പോൾ അന്ന് തീരും പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്ഷിപ്പ്. ജോസഫിനെ വിവേക് ഇതുവരെ കാണാത്തത് ഭാഗ്യം. ഇല്ലെങ്കിൽ അന്ന് വഴക്ക് നടന്ന് അന്ന് തീർന്നേനെയെല്ലാം. ചാരു നിസ്സാരമായി പറയുന്നത് കേൾക്കെ സിനിയുടെ മുഖം കുനിഞ്ഞുപോയി. ചാരു ചെറിയ പുഞ്ചിരിയോടെ സിനിയെ വീണ്ടും നോക്കി. പ്രണയം വേറെ, ജീവിതം വേറെ. പ്രണയിക്കുന്നവനെ തന്നെ ജീവിതത്തിൽ കിട്ടണമെന്ന് വാശി പിടിക്കുന്നത് മണ്ടത്തരമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ അയാൾ നമ്മളിൽ തന്നെ എത്തിച്ചേരും. ചാരു അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. അവളുടെ വാക്ക് കേൾക്കെ സിനിയുടെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് ഉതിർന്ന് വീണു. അവൾ അങ്ങനെ തന്നെ തറഞ്ഞു നിന്നുപോയി. ഹരിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തി അവിടുത്തെ വിശേഷങ്ങൾ പറയുകയാണ് അല്ലി. അമ്മ അടുക്കളയിൽ ഇരുന്നെല്ലാം കേൾക്കുന്നു. മനു വന്ന് ഡ്രസ്സ് മാറാൻ പോയപ്പോൾ തുടങ്ങിയ പറച്ചിലാണ്. അവൻ പോയി ഡ്രസ്സ് മാറി ആസിഫിനെയും ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ല അല്ലിയുടെ വിശേഷം പറച്ചിൽ. മനുവിന് വർക്ക് ഫ്രം ഹോം ആക്കിയിട്ടുണ്ടിപ്പോൾ. അതൊരു കണക്കിന് അവൻ ആവശ്യമായിരുന്നു. ആസിഫ് പറഞ്ഞത് പ്രകാരം ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാവാം. ഓഫീസിൽ വെച്ചാണ് എങ്കിൽ ആകെ നാണക്കേടാവും. ഇപ്പോഴാണെങ്കിൽ ഹരി പറഞ്ഞതിൻ്റെ ധൈര്യമുണ്ട്. മനു അടുക്കളയിലേക്ക് വന്നു. നിലത്തിരുന്ന് മാളൂട്ടി വലിയ എന്തോ പണിയിലാണ്. അല്ലി അമ്മയോട് സംസാരിച്ചിരിക്കുന്നു. ഓ കത്തിവെച്ചത് മതിയാക്കടി. മനു വന്ന് അവളുടെ തലക്കിട്ടൊരെണ്ണം കൊടുത്തു. അല്ലി തിരിച്ചവനെ കൂർപ്പിച്ച് നോക്കി. ദേ വൈകിട്ട് വേഗം റെഡിയായാലേ നമുക്ക് അമ്പലത്തിൽ പോകാം. ഉത്സവം തുടങ്ങിയില്ലേ? മനുവിൻ്റെ പറച്ചിൽ കേട്ടതും അല്ലിയുടെ കണ്ണുകൾ വിടർന്നു. എന്നാൽ നമുക്കെല്ലാവർക്കും പോകാം. അമ്മയും റെഡിയാവ്. അല്ലി ചാടി എണീറ്റു. അമ്മ അതിന് തലയാട്ടി. പെട്ടെന്നെല്ലാം ഒതുക്കി വെക്കാൻ തുടങ്ങി. അല്ലി മാളൂട്ടിയെ വാരിയെടുത്തുകൊണ്ട് ഡ്രസ്സ് മാറാൻ പോയി. അവർക്ക് പിന്നാലെ മനുവും നടന്നു. അയ്യോ ചേട്ടാ, ആളിറങ്ങാനുണ്ട്. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് തിരക്കി ഒരു ബസ്സിൽ കയറിയതാണ് ആശ. സ്റ്റോപ്പ് എത്തിയപ്പോൾ ആൾക്കിറങ്ങാൻ കഴിയാതെ വന്നുപോയി. ആളുകളുടെ ഇടയ്ക്ക് പെട്ട് ബസ് എടുക്കാൻ നേരമാണ് അവൾ ധൃതിപ്പെട്ട് പടിക്കെട്ടിൻ്റെ അവിടേക്ക് എത്തിയത്. ഊർന്നിറങ്ങി ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് ബാഗ് മേടിച്ച് അവൾക്കൊപ്പം രേവതിയുമുണ്ട്. ഇറങ്ങിയ പാട് അവൾ കൈയും തലയുമൊക്കെ പിടിച്ചു നോക്കി. ഹോ, എല്ലാം കയ്യിലുണ്ട്, ഊരിപ്പോയിട്ടില്ല. അവളുടെ ഒറ്റയ്ക്കുള്ള പറച്ചിൽ കേൾക്കിയ രേവതി ചിരിച്ചുപോയി. കവലയിൽ അങ്ങനെ ആളുകളൊന്നുമില്ല. അമ്പലത്തിൽ കൊടിയേറ്റം കഴിഞ്ഞതോടെ അവിടെയൊന്നും പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ കവലയിലാകുമുണ്ടാവുക. ഇവിടെ ബസ് മാത്രം വന്ന് നിർത്തുന്ന സ്ഥലമാണ്. അവളും രേവതിയും ബാഗ് ഒരു സൈഡിലേക്ക് ഇട്ടുകൊണ്ട് പതിയെ നടക്കാൻ തുടങ്ങി.
ഇന്ന് നേരത്തെ പോകണം. അമ്പലത്തിൽ ഒരുപാട് കടകൾ വന്നിട്ടുണ്ടാകും. ചാന്തും കൺമഷിയും കുപ്പിവളകളും എല്ലാം ഒരുപാടുണ്ടാകും. നമുക്ക് പോയി നോക്കണം. ആശ ആവേശത്തിൽ പറഞ്ഞു. രേവതി അതിന് പുഞ്ചിരിയോടെ തലയാട്ടി. ഇരുവരും ധൃതിയിൽ നടക്കുമ്പോൾ പെട്ടെന്നെന്തോ ഒന്ന് മുൻപിൽ കിടക്കുന്നത് രേവതി കണ്ടു. ആശ അത് ശ്രദ്ധിക്കാതെ അതിൻ്റെ മുകളിൽ ചവിട്ടിയതും നിലത്തേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. രേവതി നോക്കുമ്പോൾ നല്ല അസലായി ചാണകത്തിൽ ചവിട്ടി ആശ നിലത്തേക്ക് ചക്ക വെട്ടിയിട്ടതുപോലെ വീണ് കിടക്കുന്നു. രേവതിക്ക് ചിരിക്കണോ കരയണോ എന്നറിയാതെ നിന്നുപോയി. നോക്കി നിൽക്കാതെ പിടിച്ചെണീപ്പിക്കടി രേവു. ആശ ദയനീയമായി രേവതിയെ നോക്കി. രേവതി കൈ പിടിച്ചു പതിയെ എണീപ്പിച്ചു ആശയെ. പക്ഷേ ചെരുപ്പ് തന്നെ കാലൊളിക്കെന്ന് തോന്നുന്നു. നടക്കാൻ കഴിയുന്നില്ല. നല്ല വേദനയുണ്ട്. നോക്കി നടന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നാറിയിട്ട് പാടില്ല. രേവതി ആശയെ തുറിച്ചു നോക്കി. ആശ ഒന്നും മിണ്ടാതെ കുനിഞ്ഞു നിന്നതേയുള്ളൂ. ഇപ്പൊ തറുതല പറഞ്ഞ ഇവളിട്ടിട്ട് പോകും. ആശ നിഷ്കുഭാവത്തിൽ അവളെ നോക്കി. രേവതിക്ക് അത് കണ്ടപ്പോൾ ചിരി പൊട്ടിപ്പോയി. പൊട്ടിച്ചിരിക്കുന്ന രേവതിയെ കണ്ടതും ആശ കണ്ണു കൂർപ്പിച്ച് രൂക്ഷമായി നോക്കി. രേവതി ചിരിയടക്കാൻ പാടുപെട്ടു. എന്നാലും എൻ്റെ ആശേ, പശു പോലും നിന്നെ വെറുതെ വിടുന്നില്ലല്ലോ. രേവതി മൂക്കും പൊത്തി ചിരിച്ചു. ആശ മുഖം വീർപ്പിച്ച് നടന്നതേയുള്ളൂ. അല്ലെങ്കിലും വഴിയെ പോകുന്നതൊക്കെ ഇപ്പോൾ ഫ്ലൈറ്റ് പിടിച്ചാണ് വരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, അത്ര നല്ല സമയമാണ്. മനു ഉമ്മറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ആശയെയും താങ്ങിക്കൊണ്ടുവരുന്ന രേവതിയെയാണ്. ഒപ്പം ആശയുടെ ദേഹത്ത് പറ്റിയ ചാണകം കണ്ടതോടെ മനു അവളെ സൂക്ഷിച്ച് നോക്കി. നോക്കി നിൽക്കാതെ ഒന്ന് പിടിച്ച് സഹായിക്കും മനുഷ്യ, കാലുളുക്കിയിരിക്കുക. ആശ മനുവിനെ നോക്കി പല്ലുറുമ്മി. അപ്പോഴേക്കും അല്ലിയും ഉമ്മറത്തേക്ക് വന്നു. അയ്യോ, ഇതെന്ത് പറ്റിയത് ആശേ? അല്ലി പെട്ടെന്ന് പോയി അവളെ പിടിച്ച് സ്റ്റെപ്പിലിരുത്തി. മനു ചാണകം മണത്തിട്ട് മൂക്കുപൊത്തി നിൽപ്പാണ്. അതെന്ത് ചോദ്യമാല്ലി? പശു നന്നായി ഉമ്മ വെച്ചു നമ്മുടെ അനിയത്തിയെ. മനു പറയുന്നത് കേട്ടതും ആശ അവനെ നോക്കി കണ്ണുരുട്ടി. പോയി ഡ്രസ്സ് മാറാം, വാ. അല്ലി അവളെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോയി. രേവതിയും സൈഡിലുള്ള പൈപ്പിൽ നിന്ന് കൈയും കാലും കഴുകി അവളെയും ചാണകം മണക്കുന്നുണ്ട്. ചായ കുടിച്ചിട്ട് പോകാം രേവതി. മനു അവളെ അകത്തേക്ക് വിളിച്ചു. ഇല്ല മനുവേട്ട, വീട്ടിൽ പോട്ടെ, ഒന്ന് കുളിക്കണം, നല്ല മണമുണ്ട്. രേവതി സ്വയം ഒന്ന് മണത്തുകൊണ്ട് മുഖം ചുളുക്കി പറഞ്ഞതും മനു ചിരിച്ചുകൊണ്ട് തലയാട്ടി. രേവതി യാത്ര പറഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് നടന്നു. മനു അകത്തേക്ക് വരുമ്പോൾ ആശ കുളിക്കാൻ കയറിയിട്ടുണ്ട്. അല്ലിയും അവളുടെ കൂടെ കയറി. ഇറങ്ങിയിട്ട് വേണം എണ്ണയിട്ട് തിരുമാൻ. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആശ ഇറങ്ങി. അമ്മ നാരായണനെ ചൂടാക്കി ഉളുക്കിയ ഭാഗത്ത് തേച്ചു കൊടുത്തു. ചെറിയൊരു ആശ്വാസമുണ്ട്. പക്ഷേ നടക്കാൻ ബുദ്ധിമുട്ടും. അയ്യോ, ഇനിയിപ്പോൾ വൈകിട്ട് എങ്ങനെ അമ്പലത്തിൽ പോകും? അല്ലി ബെഡിൽ കിടക്കുന്ന ആശയെ നോക്കി ചോദിച്ചു. അതിനെന്താ, നിങ്ങൾ പൊക്കോ, നാളെ ഞാൻ പയറുമണി പോലെ നടക്കും. ഞാൻ നാളെ പൊക്കോളാം. അവൾ അല്ലിയെ നോക്കി പറഞ്ഞപ്പോൾ അല്ലി അത് വേണോ എന്ന മട്ടിൽ നോക്കി. ആശ പുഞ്ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു. ഞങ്ങൾ പോയാലേ നീ എങ്ങനെ ബാത്റൂമിൽ പോകും? മനു അവളെ സംശയത്തോടെ നോക്കി. പശു ഉമ്മ വെച്ചാലേ കാല് തളർന്നു പോകുമൊന്നുമില്ല. ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കോളാം. അവൾ മനുവിന് നേരെ മുഖം വീർപ്പിച്ചു നോക്കി. നേരത്തെ പറഞ്ഞതൊട്ടും ഒട്ടും ഇഷ്ടമായിട്ടില്ല പെണ്ണിന്. മനു ചിരിയടക്കി അവളുടെ അടുത്ത് വന്നിരുന്നു. അല്ലയാണെങ്കിൽ നിങ്ങൾക്ക് വല്ല കാര്യവും ഉണ്ടായിരുന്ന മനുഷ്യ എന്ന മട്ടിൽ നോക്കുകയാണ് മനുവിനെ. പിണങ്ങല്ലേ ആശമോളെ, നമുക്ക് ആ പശുവിനെ തല്ലാം. ചേട്ടൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. മനുവിൻ്റെ പറച്ചിൽ കേട്ടതും ആശ പുരികം ചുളിച്ച് അവനെ നോക്കി. അധികം ഒലിപ്പിക്കല്ലേ പൊന്നാങ്ങളെ. ആശ അവൻ്റെ കൈതണ്ടയിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു. മനു നന്നായി ഇളിച്ചു കാണിച്ചു. നിങ്ങളും കണക്കാണ്, ആജിത്തും കണക്കാണ്. സ്നേഹമില്ലാത്ത ആങ്ങളമാര്. നോക്കിക്കോ, രാത്രി വന്നു കയറുമ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ട അപ്പം തുടങ്ങും കളിയാക്കാൻ. ചാണകം ചവിട്ടി വീണു എന്ന് പറഞ്ഞിട്ട്. ആശ ചുണ്ടു കൂർപ്പിച്ച് പറയുന്നത് കേൾക്കെ അമ്മയും അല്ലിയും മനുവും ചിരിച്ചുപോയി. അതിന് ഞാൻ അവനെ സമ്മതിക്കില്ല, പോരെ? മനു അവളെ വാത്സല്യത്തോടെ നോക്കി. ആശ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒട്ടും വിശ്വാസമില്ല. ആശ ഒന്ന് ഇരുത്തി നോക്കി മനുവിനെ. അവൻ അവളുടെ തലക്കിട്ടൊന്ന് കൊട്ടി. ഈ മനുവേട്ടൻ കണ്ടോ അമ്മേ? അവൾ അമ്മയെ നോക്കി അലറിയപ്പോൾ അമ്മ ഇതിലൊന്നും ഞാനില്ല എന്ന മട്ടിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കണ്ടോ മരുമോനെ പറഞ്ഞപ്പോൾ കൊണ്ടു. ആശ ചുണ്ടുകൊട്ടി. ദേ പെണ്ണും പിള്ളെ, കെട്ടിയോനെ വിളിച്ച് കൊണ്ടുപോയിക്കോ. അല്ലയെ ഒന്ന് നോക്കി ആശ പറഞ്ഞതും മനു ഊറിച്ചിരിച്ചു. ആശ മുഖം കുനിച്ച് ബെഡിൽ കിടന്നതും ഒരു വട്ടം കൂടി മനു ആശയുടെ തലക്കിട്ടൊരു കൊട്ടുകൂടി കൊടുത്തു. ഞാൻ രാജ്യം വിട്ടു. ആശ ദേഷ്യത്തോടെ തല ഉയർത്തിയതും മനു ഓടിക്കളഞ്ഞു. പൊടുക്കാലമാടാ. ആശ ദേഷ്യത്തോടെ വിളിച്ചു കൂവി. അല്ലി വാപൊത്തി ചിരിച്ചു.
ചാരുവും സിനിയും ചേർന്ന് പണികളെല്ലാം ഒതുക്കി ടി വി കാണാൻ വന്നിരുന്നു. സിനി പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചാരു പതിയെ മുറിയിലേക്ക് വന്നു. മേശമേൽ മടക്കി വെച്ചിരിക്കുന്ന ബുക്കിലേക്കാണ് അവളുടെ നോട്ടം പോയത്. ചാരുവിൻ്റെ ഡയറി. അവൾ പതിയെ കസേരയിൽ വന്നിരുന്ന് മേശമേൽ വെച്ച പുസ്തകം തുറന്നു വെച്ചു. സിനി ചാരുവിൻ്റെ സാധനങ്ങൾ തുറന്നു നോക്കാൻ പോകാറില്ല, അവളുടെ ഡയറി ഉൾപ്പെടെ. അത് മണ്ണായി അറിയാവുന്നത് കൊണ്ട് തന്നെ ചാരു തൻ്റെ ഡയറി ടേബിളിൽ തന്നെയാണ് വെക്കാറുള്ളത്. അവൾ തുറന്ന് പതിയെ കടലാസുകൾ മറിച്ചു. അവിടെ ഇവിടെയായി ഓരോന്ന് കുത്തിക്കുറിച്ച് വെച്ചിരിക്കുന്നു. ഇടയിൽ ഒരു കടലാസിൽ വെച്ച പഴയൊരു ചിത്രം കാണി ചാരുവിൻ്റെ കണ്ണുകൾ വിടർന്നു. വിവേകിൻ്റെ പഴയൊരു ഫോട്ടോ ആയിരുന്നു അത്. പണ്ട് സിനിയുടെ കോളേജിലെ ഒരു പരിപാടി കൂട്ടുകാരികളുമൊത്ത് ചെന്നപ്പോൾ എടുത്തതാണ്. അന്നൊരു കൗതുകത്തിൽ എടുത്തതാണ്. പക്ഷേ ഇത്ര ഭംഗിയായി പിന്നെ ഒരു ഫോട്ടോയും തനിക്ക് കിട്ടിയിട്ടില്ല. ഫോട്ടോ എടുക്കാൻ തനിക്ക് നന്നായി അറിയാമെന്ന് കൂട്ടുകാരികൾ പറയുമെങ്കിലും അത് സ്വയം തോന്നിയത് ഈ ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിനു ശേഷമാണ്. ചാരു ചിരിയോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി. അവൻ്റെ പുഞ്ചിരിയോടെയുള്ള ചുണ്ടുകളിൽ പതിയെ തലോടി. എന്തോ ഓർത്തപ്പോൾ പെട്ടെന്ന് ചാരുവിൻ്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു. അവൾ ഒരു നെടുവീർപ്പോടെ ആ ചിത്രം ഡയറിക്കുള്ളിലേക്ക് എടുത്തു വെച്ചു. മേശയിലേക്ക് തലവെച്ച് കണ്ണുകളടച്ചപ്പോൾ ഓർമ്മ വന്നത് പിന്നീട് ഒരിക്കൽ സ്വന്തം പ്രണയം പറയാൻ വന്ന താൻ കണ്ട കാഴ്ചയാണ്. ഏതോ ഒരു ക്ലാസ് മുറിയിൽ കെട്ടിപ്പുണർന്നു നിൽക്കുന്ന ഒരുവനെയും ഒരുവളെയുമായിരുന്നു. ആവേശത്തോടെ അവളുടെ ചുണ്ടുകൾ നുണയുന്ന വിവേക്, അവൻ്റെ പ്രണയച്ചൂടിൽ നെഞ്ചിൽ തളർന്നു കിടന്ന അല്ലി. ഇരുവരും കരയുകയാണ്. ഒരുപക്ഷെ അവരുടെ അവസാന കൂടിക്കാഴ്ച അതായിരിക്കും. പക്ഷേ പ്രണയം പറയാൻ വന്ന ചാരുവിൻ്റെ ഹൃദയം തകർത്തൊരു കാഴ്ചയായിരുന്നു അത്. അവിടെ രണ്ട് പ്രണയങ്ങളും പൊഴിഞ്ഞു പോവുകയായിരുന്നു. പിന്നെ അറിഞ്ഞു അല്ലിയുടെ വിവാഹം കഴിഞ്ഞുവെന്ന്. വിവേക് നാട് വിട്ടു പോയി എന്നും. ചാരു, സിനിയുടെ വിളി കേൾക്കെ ചാരു ഓർമ്മയിൽ നിന്നുണർന്ന് തലപൊക്കി. അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. വാതിൽ വെറുതെ അടച്ചിട്ടുള്ളൂ ആഷേ, നീ അകത്തുനിന്ന് കുറ്റിയിടല്ലേ? പുറത്തേക്ക് ഇറങ്ങാൻ നേരം അല്ലി റൂമിൽ നിന്ന് ചോദിച്ചു. ആശ ഫോണിൽ റീൽ കണ്ടുകൊണ്ട് കിടക്കുവാണ്. അല്ലിയും അനുവും അമ്മയും അമ്പലത്തിലേക്ക് പോവുകയാണ്. അച്ഛനും അജിത്ത് വരുമ്പോഴേക്കും തിരിച്ചു വരാമെന്ന് കരുതിയിട്ട്. ആ, അടച്ചിട്ട് പൊക്കോ, ഞാൻ കുറ്റിയിട്ടോളാം, ആശ അലസമായി പറഞ്ഞു. അല്ലി തിരിഞ്ഞു പുറത്തേക്ക് നടന്നു. മേമേ, അമ്പലത്തേക്ക് വരുന്നില്ലേ? കുഞ്ഞു പട്ടുപാവാടൊക്കെ ഇട്ട് മാളൂട്ടി മുറിയിലേക്ക് ഓടി വന്നുകൊണ്ട് ചോദിച്ചു. ആശ വാത്സല്യത്തോടെ മാളൂട്ടിയെ നോക്കി. മേമയ്ക്ക് വാവുവാ. ആശ കുഞ്ഞിനെ നോക്കി ചുണ്ടു പിളർത്തി. മാളൂട്ടി കാലിൽ പതിയെ ഊതിക്കൊണ്ടിരുന്നു. ഇപ്പൊ മാറി, മാളൂട്ടി അച്ഛമ്മയുടെ അമ്മയുടെയും കൂടെ പൊയ്ക്കോട്ടോ. ഇടക്ക് ആശ പറഞ്ഞപ്പോൾ മാളൂട്ടി തലയാട്ടി. ആശയ്ക്കൊരു ഉമ്മയും കൊടുത്ത് പുറത്തേക്ക് ഓടി. ദേടി, ശ്രദ്ധിച്ചു കിടക്കണം, മനു റൂമിലേക്ക് തലയിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആശ ചിരിയോടെ എഴുന്നേറ്റിരുന്നു. ശരി ശരി, നിങ്ങൾ പോകാൻ നോക്ക്. ആശ പറയുന്നത് കേൾക്കെ മനു കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയെന്ന് മനസ്സിലായി. വീട് ഉറങ്ങിയ പോലെ. ആശ ഫോണിൽ റീൽ കാണുക തന്നെയാണ്. എഴുന്നേറ്റ് ഹാള് വരെ നടക്കാനുള്ള മടി കാരണം ഫ്രണ്ടിലെ ഡോറ് കുറ്റിയിടാതെ തന്നെ വെച്ചിരിക്കുവാണ്. അരമണിക്കൂർ കഴിഞ്ഞു. ഇപ്പോഴും ആശ ഫോണിൽ തന്നെയാണ്. അവളുടെ മുറിയിൽ മാത്രം ഫാന് കറങ്ങുന്നു. മുഴുവൻ നിശബ്ദത. ഹാളിൽ എന്തോ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നിയതും അവൾ ഫോൺ ഓഫാക്കി ചുറ്റും ശ്രദ്ധിച്ചു. പെട്ടെന്നാണ് ഡോറ് കുറ്റിയിട്ടിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അവൾ പതിയെ എഴുന്നേറ്റ് ഹാളിലേക്ക് ചാടി ചാടി നടന്നു. ഹാളിലെ ഡോർ അടഞ്ഞു തന്നെ കിടക്കുന്നു. ആശ സംശയത്തോടെ ചുറ്റും നോക്കി. പിന്നെ ശബ്ദം കേട്ടതോ ഇനി എനിക്ക് തോന്നിയതാണോ? അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞോട് വാതിൽ കുറ്റിയിട്ട് തിരിഞ്ഞതും അവളുടെ മുഖം ആരോ പൊത്തിയതും ഒരുമിച്ചായിരുന്നു. അവൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും അവളെ പൊക്കിയെടുത്ത് നടന്നിരുന്നു.